നിന്റെ മൈൻഡ് വലതില്ല കൈകാലും നിലക്കില്ല പേപ്പറിട്ട് പൊളിച്ചില്ല ഇട്ടതില്ല ഫലമില്ല ആണില്ല പെണ്ണില്ല തമ്മിലിപ്പോ ഭേദമില്ല ഇട്ടപ്പൊട്ടും കളിയില്ല ഫലമില്ല മനസ്സിലോ കള്ളമില്ല കറങ്ങി തിരിഞ്ഞു തുള്ളില്ല ഫലമില്ല അടങ്ങില്ല വൈബെടുത്തെറി മോനെ ആരില്ല. ഗൈസ്, അങ്ങനെ ഞങ്ങള് കൊടൈക്കനാൽ വന്നിരിക്കുകയാണ് ചെറിയ ട്രിപ്പിന്റെ ഭാഗമായിട്ട്. നമ്മുടെ നിതിനളിയിലും പി വി ഇല്ല കേട്ടോ. അവർ നിതിനളിയാണെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, പി വിക്കാണെങ്കിൽ പോകാൻ സമയമായി. അപ്പം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ട്രെയിനൊന്നും ഇല്ലല്ലോ, ടൈം എടുക്കാം. അവിടെ ഏകദേശം എത്ര മണി 6-7 മണിക്കൂർ എടുക്കും അല്ലേ? 7-8 മണിക്കൂറിൽ എടുക്കും. അതുകൊണ്ട് അവർ രണ്ടുപേരും ഇല്ല, ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ. ശൈലാജിനെ പറ്റി കുറേ പേര് തിരക്കുന്നുണ്ട്. ശൈലാജ് ഏപ്രിൽ അല്ലേ, ഏപ്രിൽ വരും. ആദർശ് മാർച്ച് ലാസ്റ്റ് വരും. അപ്പോൾ പിന്നെ ഈ പലരും പറയുന്നുണ്ട് കൊടൈക്കനാലൊക്കെ തിരക്കാണ്, ആരും ഭയങ്കര വരല്ലേന്നൊക്കെ പറഞ്ഞു. ചുമ്മാ ഇവിടെ ഒന്നും തിരക്കൊന്നും ഇല്ല, ആരും ഇല്ല. വലിയ ആളുണ്ടോ? ഭയങ്കര ചെക്കിങ്, അങ്ങോട്ട് പോകരുത്, ചെക്കിംഗ് ഒന്നും ഇല്ല. നമ്മുടെ ഈ ഗുണാക്കേവും പില്ലർ റോക്കും ഒക്കെ 4 മണി വരെ ഉള്ളൂ. പ്രത്യേകിച്ച് വരുന്നവർ അരയിൽ കോട്ട് കെട്ടിക്കൊണ്ട് വരരുത്, ബൈക്കിന് പ്രശ്നം ഉണ്ടാക്കും. ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കായിരിക്കും നമ്മളിങ്ങനെ കോട്ട് കെട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ പോകുന്നവർക്ക് ചെയിൻ കക്കി പോകും. അപ്പം അന്നത്തെ ആ ഒരു ട്രിപ്പ് അങ്ങ് മുടങ്ങും, സമയം പോകും. പ്രത്യേകിച്ച് കോട്ട് അരയെ കെട്ടിക്കൊണ്ട് വരരുത്. ഒരു അനുഭവം ഉണ്ടായി, 16,000 രൂപ അത് ചെയ്യുന്ന ഇടയ്ക്ക് പോയി, അത് വിഷയമായി. വായും കൊണ്ട് മറിഞ്ഞുകൊണ്ടില്ല അതിന് കാര്യം. അപ്പോൾ കൊടൈക്കനാൽ ഭയങ്കര തണുപ്പാണ്. ഇതിലേയും പറഞ്ഞു ഊട്ടി തണുപ്പെന്ന് പറഞ്ഞു. ഞങ്ങൾ ഊട്ടിയിലെ തണുപ്പും ഇവിടുത്തെ തണുപ്പും വട്ടവട തണുപ്പും എല്ലാം കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടാണ് ഇപ്പം നിലവിലെ കാര്യം പറയട്ടെ. ഇന്ന് ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് നമ്മളുള്ളതുകൊണ്ടാകും തണുപ്പ് കൂടുതൽ. നമ്മളിവിടെ ഏകദേശം 7 പേരെ വന്നിട്ടുണ്ട്. 7 ഇവിടെ വരുന്നവർ വരിക. ഞങ്ങളുടെ ഈ ഒരു വീട് എടുത്തേക്കോട്ടോ. ഈ ഒരു വീടാണ് ഞങ്ങൾ എടുത്തത്. ഫുൾ 3 എന്തൊക്കെയുണ്ട്, 3 ബെഡ്റൂം, ഹാള്, കിച്ചണ്, എല്ലാ സൗകര്യം, സോഫ എല്ലാം ഉണ്ട്. ഏകദേശം ഒരു 12 പേർക്ക് താമസിക്കാം. ബാച്ചിലേഴ്സിന്, ഫാമിലിക്കാണെങ്കിൽ 3 ഫാമിലിക്ക് താമസിക്കാം. നല്ല പ്രൈവസി ഉണ്ട്. ഈ ഒരു ഫുൾ നമ്മുടെ ഏരിയ ഉണ്ട്. ഇത് അങ്ങോട്ടുള്ള എല്ലാം ബാഡ്മിന്റൺ കോർട്ടുണ്ട്, ഗാർഡൻ ഉണ്ട്, ക്യാമ്പ് ഫയറിന് സ്ഥലമുണ്ട്, DJ ഉള്ള സ്ഥലമുണ്ട്. ഇതെല്ലാം കൂടെ ഞങ്ങൾക്ക് കിട്ടിയത് ഭയങ്കര ലാഭത്തില്ല അല്ലേ? നമ്മൾ പറയുന്നില്ല നിങ്ങൾ എത്ര റേറ്റ് അറിയത്തില്ല. ഭയങ്കര ലാഭം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭം. കാരണം 1-ാം തീയതി ആരും ഇല്ലാതെ അവർ വന്നപ്പോഴാണ് നമ്മൾ കിട്ടി. 1-ാം തീയതി ബിസിനസ് എങ്ങനെയും ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് പറയും. നമ്മൾ നല്ല രീതിയിൽ നല്ല ലാഭം കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച ഒരു വീഡിയോ 3 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ലക്കാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു പൂണ്ടിക്ക് പോകണം. പൂണ്ടി ഒരാളെ ഞങ്ങളൊന്ന് മീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഇവിടെ കാണാൻ നമ്മളോട് പോയിട്ട് നമ്മൾ നോക്കാം, പുള്ളി കാണാൻ പറ്റും അല്ലേ? എന്നാൽ ഇതിൽ പറയണ്ട തണുപ്പാണ് രാത്രിയില്ലേ? അടിപൊളി തണുപ്പാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ വട്ടവട പോയ വട്ടവട ചെന്നപ്പോ വട്ടവട ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ വട്ടവട ഒന്നും അല്ല, ഭയങ്കര തണുപ്പല്ലേ? വായിക്കൂടെപ്പോഴും പോയാ വരുന്നത്. അതെ, വായിക്കൂടെപ്പോഴും പോയാ വരുന്നത്. ഉച്ചയ്ക്ക് ഭയങ്കര തണുപ്പല്ലേ? ബാത്റൂമിൽ പോലും പോയിരിക്കാൻ പറ്റത്തില്ല. ഉച്ചയ്ക്കാണെങ്കിൽ നമ്മുടെ ഐസിന്റെ അകത്ത് കയറ്റിയ പോലെ. നമ്മുടെ ഈ മീനെ കൊണ്ടിരുന്ന മീൻ്റെ ഐസിന്റെ മറ്റേ വണ്ടിയില്ല, അതിനകത്ത് കയറ്റിയിട്ട് ഇറക്കത്തില്ല. അതേപോലെ ഒന്നും പറയില്ല, ഭയങ്കര തണുപ്പ്. ഇവൻ എപ്പോഴും പറയും ഈ തണുപ്പ്. ഇവൻ കരയുന്ന പോലെ അല്ല, അത് കണ്ണിന്റെ അകത്ത് ഇങ്ങനെ ചൂടളവ് എന്തോന്ന് അറിയത്തില്ല. ഇത്ര തണുപ്പ് അതിന്റെ സൈഡിലേക്ക് അല്ല, ചൂടൊക്കെ വന്നത് എനിക്കറിയത്തില്ല. ഓക്കെ, എങ്ങനെയുണ്ട് കൊടൈക്കനാൽ? നല്ല സ്ഥലമാണോ? ശരി, ചൂട് തരാടാ. എന്ത് പറയണേ? രക്ഷയില്ല. പ്രിൻസസ് ഓഫ് ഹിൽസ് എന്നാ പറയുന്നത്. കൊടൈക്കനാൽ അടിപൊളിയാണ്. ഭയങ്കര ട്രൗസറോളം താറാവിനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ അടിച്ചു വരുന്ന മഴമാണ് പുള്ളി. ഓക്കെ, നമുക്കതപ്പം ചെറിയൊരു ഷോർട്സ് എടുത്തിട്ട് നമുക്ക് പൂണ്ടിയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പൂണ്ടിയിൽ എത്തിയിരിക്കുകയാണ്. പൂണ്ടിയിൽ എന്താ മനോഹരമായ സ്ഥലമാണ് അല്ലേ? അടിപൊളി. ഇത് എന്താണ് കർഷകരുടെ ഒരു ഗ്രാമമാണ്. കുറേ എന്താണ് ഇതെന്തൊക്കെയാണ് കൃഷി ഒരുപാടുണ്ട്. എനിക്ക് വെളുത്തുള്ളി, പട്ടാണിയാണ് ഇവിടെ എല്ലാം കേട്ടോ. പട്ടാണി തോട്ടത്തിലാണ് നിൽക്കുക ഞങ്ങളിപ്പം. നല്ല മഞ്ഞുണ്ട്. സമയം ഏകദേശം 1:30, എത്ര മണി? 2 മണി, 2:15. നല്ല മഞ്ഞുണ്ട്. അപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിനുണ്ട്. അതെ. അപ്പോൾ നമ്മൾ പൂണ്ടി വരുമ്പോൾ എല്ലാവർക്കും ഒരു ട്രെൻഡായിട്ടുണ്ട്. ഒരാൾ ഇവിടെ പൂണ്ടിയിൽ, ഒരാൾ പൂണ്ടിയെക്കാട്ടിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ആള്
പൂണ്ടി രാജ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ പൂണ്ടി രാജനെ ഞങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അണ്ണനെ നമുക്ക് എന്തായാലും പരിചയപ്പെടാം അല്ലേ അണ്ണാ? പറഞ്ഞാ എന്തുണ്ട് ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാ ഏറ്റവും നമ്മള് 6 പേര് 7 പേര് 2, 4, 6, 7 പേരിലെ വണ്ണമുള്ള മനുഷ്യൻ ഇവനാണ് ഒരു കയറ്റം കയറാൻ പറ്റില്ലാത്ത ഒരു കഥപ്പൊക്കം ഉള്ള ഒരു മനുഷ്യൻ ഒക്കെ ഇരുന്നിട്ട് എണിക്കാൻ പറ്റില്ലാത്ത. ആദ്യം ഇവനക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യുക, ഇവന്റെ മൈൻഡ് റീഫ്രഷ് ആക്കിയിട്ട് എന്താണ് ഇവൻ പറയേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടി നമുക്ക് മനസ്സിലാക്കി നമുക്ക് എല്ലാം ചെയ്യുക. അവൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്കൊക്കെ അല്ലല്ല പോണ അണ്ണ സാധനം എന്ത് സംഭവം പറഞ്ഞു നമുക്ക് ആൾക്കാർക്ക് അറിയത്തില്ല എന്ത് സംഭവം. ഇത് പലരും പറഞ്ഞു കഞ്ചാവ മഷ്റൂം അങ്ങനെ ഇതാണെന്നില്ലേ. 17 വയസ്സ് മുതൽ ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടി പിള്ളേർക്ക് എന്താ പേരെന്താണ്? ഹെൽത്ത് ബെനിഫിറ്റ് ഹോർസ് റെഡീഷൻ വെച്ചിട്ട് ഒരു വേറാണ് കുതിരത്താളി. നമ്മുടെ ഭാഷയിൽ കുതിരത്താളിയാണ്. ഇഞ്ചി പോലെ ഇഞ്ചി ഒന്നുമില്ല, ഇഞ്ചി കടയിൽ ഇത് ഒരു വേറാണ്. അതൊന്നുമില്ല, ഇത് നമ്മുടെ ഭാഷയിൽ കുതിരത്താളിയാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ഹെൽത്ത് ബെനിഫിറ്റ് ഹോർസ് റെഡീഷൻ ആണ് ഇതിന്റെ ഒരു സംഭവം. ഇത് വച്ചാൽ ഇപ്പൊ നിങ്ങളുടെ മൈൻഡ് റീഫ്രഷ് ആയിട്ട് നിങ്ങൾ പറയും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മൈൻഡ് ഒരു മന്ദമുണ്ട്. അപ്പൊ ഞാൻ കണ്ടിട്ട് കണ്ണിലൊക്കെ ഞാൻ ഒരു ഐതിനാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഏട്ടായി പറയും. അപ്പൊ നമുക്ക് രണ്ടുപേരും ചേർന്ന് അവർ വച്ചിട്ട് ഇത് മറ്റേ നമ്മുടെ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂക്കാലിപ്പിസ് ആണ്. ആ യൂക്കാലിപ്പിസിന്റെ പണി ഞാൻ കൊടുത്തിരിക്കും. ഇത് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യില്ലേ, ഞാൻ വേറെ രീതിക്ക് നേച്ചുറലായിട്ട് യൂസ് ചെയ്യും. അത് പട്ടുവാന്ന് വെച്ചാൽ മനസ്സിലാക്കിയിട്ട് ടിവിയിൽ കണ്ടോ ഇതൊന്ന് സ്മെല് ചെയ്യോ? ഞാൻ മനസ്സിലാക്കി കത്തിച്ചിട്ട് കത്തിക്കാനോ നമുക്ക് അപ്പങ്ങാള് ചെയ്യുന്നു. അപ്പനും നമുക്ക് ഇതുപോലെ വൈദ്യൻ ഞാൻ എറണാകുളത്താണ് പഠിച്ച. 26 വർഷം എറണാകുളത്ത് ജില്ലയിൽ മലയാളം തരും. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ പരിസരത്താണ് പഠിച്ചത് 1ാം മൈൽ പറഞ്ഞിട്ട് കേട്ടോ. 12 വർഷം മലയാളത്തിൽ ഞാൻ കേരളത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ വൈദ്യം പഠിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാമല്ലോ. ഇത് പിന്നെ കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മള് നേച്ചുറല് അത് വെച്ചാൽ അറിയാവുള്ളൂ. സെർച്ച് ചെയ്യും. കാട്ടൂളി വെച്ചാൽ നല്ലതുപോലെ കിട്ടും. അതല്ല ഇത് ഇത് വേറെ അതെക്കാട്ടി താണ്ടിയാ വെച്ചോക്കല്ലോ. ഇത് പിള്ളേർക്ക് വെച്ചിട്ട് പിള്ളേര് ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ കൂട്ടുകാരുടെ അടുത്ത് പറയുന്നുള്ളൂ. ആരെങ്കിലും കൂട്ടുകാരുടെ മോശം പറയും. ഇപ്പൊ നീ പറയും ഇവന്റെ ഇപ്പൊ ഇതിന്റെ കൂട്ടുകാരനാണ്. ഇപ്പൊ എനിക്ക് വെച്ചിട്ട് നല്ല നല്ല പറയുള്ളൂ. എന്തെങ്കിലും ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ എന്റെ കവളക്കുട്ടിക്ക് അടിക്കണം പറയില്ല അവനെ. തീർച്ചയായിട്ടും അത് ഉറപ്പാ കേസ്. അപ്പൊ നമുക്ക് നല്ലതല്ല പറയുന്നത്. അപ്പൊ ഇവ ചെയ്യട്ടെ. അപ്പൊ നമ്മള് പൂണ്ടി വന്നിട്ട് രാജണ്ണന്റെ കുതിരത്താളി അടിക്കാനായിട്ട് പോകണം കേട്ടോ. പുള്ളി പറഞ്ഞ ഇവിടെ പറന്ന് നടക്കുമെന്നാ പറഞ്ഞു. എന്നെ മതി എന്ന് പറഞ്ഞു പുള്ളി. എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാവർക്കും എന്താ പറഞ്ഞു പുള്ളി സെറ്റ്. ഇതാണ് ഇറച്ചി കൂട്ടാറില്ല ഇട്ട് കഴിഞ്ഞാൽ എള്ള് ഇറച്ചി തനിത്തനിയായിട്ട് അങ്ങോട്ട് ഇറച്ചി തനിയെ കളണ്ടു ഇളകി വരും. ഇളകി പോകുന്നോളും. എള്ള് തനിച്ച് ഒന്ന് അങ്ങനെ മാറി ഗ്യാസ് മൊത്തം പറക്കും. ഇപ്പൊ നിങ്ങൾ പറയൂലേ? ഇല്ല നിങ്ങൾ പറയൂലേ ഇതിന്റെ സംഭവം എന്താണ്? പുള്ളി പിടിക്കണേ താഴെ വീഴല്ലേ? താഴെ പോലോടും രസമുള്ള കിഴങ്ങാണ്. എങ്ങനെയാ എന്താ സംഭവം പോയ തളഞ്ഞ ഇപ്പൊ ശബ്ദം കേൾക്കണോ? ഈ വെള്ളത്തിന്റെ ശബ്ദം ക്ലിയർ ആയിട്ട് ആദ്യം പോലില്ലല്ലോ. അതായത് നമ്മുടെ ദേഹത്ത് ഇറങ്ങിപ്പോയ മണ്ടേന്ന് പോയില്ലേ? അത് അളിയുടെ പോയ കേട്ടോ. പോണല്ലേ എല്ലാവർക്കും ഹിറ്റ് ആവണ്ടേ? അത് കാരണം ഇങ്ങനെ പറയില്ല. ഒരു മുക്കിൽ വെക്കണം. അത് അങ്ങനെ പോകും. വേറെ ഒന്നുമില്ല. നല്ലതാ നൈസാ. മട്ടമുക്കളും അച്ഛത്തി എന്താണ് എന്താ പറ്റി? കൃഷി 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 കണ്ണൊക്കെ തെളിഞ്ഞിടാ. എന്താ സംഭവം എന്നാ? ഇപ്പൊ ഒരു ഫയർ ഇത് കളിക്കണം.
എങ്ങനെയുണ്ടാ നീ പറയും ഇപ്പൊ ഞാൻ പറട്ടെ, അല്ല ഞാൻ അവിടെ ഇങ്ങോട്ടെല്ലാം വന്നപ്പോൾ ഭയങ്കര ക്ഷീണവും ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു ഇപ്പോൾ അത് ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ദേഹത്തു നിന്നുള്ള ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇറങ്ങിപ്പോയി. അതായത് പുള്ളി പറഞ്ഞ ചെവിയൊക്കെ നല്ലതായിട്ട് കേൾക്കുന്നുണ്ട്, നല്ല ശ്വാസം എടുത്ത് വിടാൻ പറ്റുന്നുണ്ട്. കൊള്ളാം. 10 പ്രാവശ്യം ഇരുന്ന് എനിക്ക് നിനക്ക് കഥ പോന്നെങ്കിൽ ഞാൻ പൊളിക്കാം. കഥ ഈ സമയത്തേക്ക് ഇരിക്കാൻ പറ്റുമോ? ഇത്ര വലിയ മനസ്സ് കഥ പൊലിക്കും. കഥപ്പുണ്ടോ? കഥപ്പുണ്ടോ? പറക്കും. ഇനിയിപ്പൊ മണ്ടയിൽ നിന്ന് പറഞ്ഞു പോയില്ലേ, അതിങ്ങനെ ഇളകി പോരും 15 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സാധനം കണ്ടോ, മണ്ടയിൽ ഓർഡർ കണ്ടോ, അതാണ് നമ്മളെ മെമ്മറി ലാക്കെന്ന് പറഞ്ഞത്. ഇപ്പൊ ഇതിനു മുമ്പ് ശബ്ദം കേട്ടില്ലല്ലോ വെള്ളത്തിന്റെ. ഇപ്പൊ എങ്ങനെ കേൾക്കുന്നുണ്ട്? കിളിയെല്ലാം പോയി, അടഞ്ഞെല്ലാം പോയി. നെക്സ്റ്റ് പിടി. വന്നോ മനസ്സിലാക്കി വലിക്കണം. വലിച്ചുവിടാ കൊണ്ട് എത്ര വലിച്ചടോ, എത്ര വലിച്ചോ? കണ്ണു തുടങ്ങിയ മാമ വലിച്ചില്ല. വലിച്ചോ? വലിച്ചോ? ശരിക്കും നല്ലതായിട്ട് വലിക്കാൻ പറ. മനസ്സിലോ കള്ളമില്ല കറങ്ങില്ല ഫലമില്ല അടങ്ങില്ല നിലക്കില്ല നിന്റെ കയ്യിൽ ഒതുങ്ങില്ല വൈബെടുത്തെറി. എനിക്കൊന്ന് 1000 രൂപ എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് പുള്ളിയാ 1000 രൂപ കിട്ടാൻ വേണ്ടില്ല. കൊള്ളാം. എന്തിനാ നീ കരയുന്നത്? അടുത്ത തീ കൊണ്ടുവരും. തീ കൊണ്ടെന്ന് മറന്നു എങ്ങനെയാ? തീ കൊണ്ട് വെച്ച പുറത്ത് എങ്ങനെ ഉണ്ട്? എനിക്ക് തീ കൊണ്ട് വെച്ചപ്പോൾ അടിപൊളിയായി. അതാണ് എന്ത് സംഭവം? ആദ്യമേ 1000 കൊടുക്കുമെന്ന് പറഞ്ഞില്ല, അതിനാണോ പുള്ളി അഭിനയിക്ക് വേണം. എന്തോട്ട് നീ പറഞ്ഞു, പിള്ളേർക്ക് പറഞ്ഞു കൊടുക്ക്. കണ്ണിന് തീയല്ല ഇതടക്കം വരുന്നു. അവിടെ ഇപ്പൊ നിനക്ക് അങ്ങനെ ഉണ്ട്? അത് പറ. ഫീൽ പറഞ്ഞു. നീ ശ്വാസം എടുത്ത് വിട്ടെന്ന് ചെവി കേൾക്കുന്നുണ്ടോ നല്ലതായിട്ട്? പിന്നെ അവിടെ കിളിയൊക്കെ ഇല്ലേ, മറ്റേ ചിട്ടിക്കുരുവിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ നന്ദോളിയാണ്. നന്ദോളിയും കയറാണ് അടുത്ത്. നീ വലിച്ചാൽ കൈയെടുത്ത് നീ വലിച്ചാൽ പഠിക്കണ്ട. മിടുക്കാൻ പമ്പ കിടക്കൂലേ തലവേദന? പമ്പ കിടക്കൂല, പമ്പ കിടക്കൂല. പമ്പ കിടക്കും തലവേദന കേട്ടോ. നീർക്കെട്ട് പമ്പ കിടക്കും. കണ്ണീന്ന് ഇളകിയത് ചൂടുള്ള പളിക്കട മറന്നു പോകുന്നല്ലേ? നമുക്കെന്തെങ്കിലും പറയണ്ടോ? ഹലോ, തല കഴിച്ച് കഞ്ചാവില്ല അല്ലല്ലോ. അല്ലല്ലോ കേട്ടോ, ഇത് കൊള്ളാം, സാധനം കൊള്ളാം. അടുത്ത ശരത്തൂട്ടൻ കയറുന്ന അടുത്തായിട്ട്. വായു പറയട്ടോ. വായു നീ കളിക്കട്ടോ. കണ്ണി വീണോ? അവൻ ഇഷ്ടപ്പെട്ടു. നീ വെച്ചു ഒരു മുക്ക് ഒരു മുക്ക്
ഇതിപ്പോ പുള്ളി പറഞ്ഞത് ഒരു 10 പാക്കറ്റ് സാധനം വേണം ഇവർക്ക് രണ്ടുപേർക്ക് വേണം പറഞ്ഞത്. ഇതില്ലാതെ പറ്റത്തില്ല, അഡിക്ഷൻ ആയിപ്പോ ഇവിടെ രണ്ടുപേർക്ക്. തീയൊക്കെ വേണം. അടുത്ത നമുക്ക് മുത്തണ്ണൻ ചലഞ്ച് മുത്ത് നാടൻ മുത്ത്. ഇത് പടക്കമൊന്നുമില്ലടാ കളിയാ. ഓണം പടക്കുമ്പോൾ ഇങ്ങനെ കാണിക്കല്ലേ, വലിച്ച് കേങ്ങ വലിച്ചോക്കി അങ്ങനെ വലിക്കാവൂല. എന്താ സംഭവം? ഇല്ല, വെറുതെ അങ്ങനെ വലിച്ചോളൂ, മനസ്സിലാക്കിട്ട് ഇപ്പൊ വലിക്കണം. ഇയാൾക്കൊന്നും ഇല്ലെന്ന് തോന്നിട്ട്. ഇല്ല, ഉണ്ട് സാധനം ഉണ്ട്, അതൊക്കെ ഉണ്ട്. അവൻ കം കെട്ടിയിരിക്കുക. ഞങ്ങളെ ചലഞ്ചിലെ വലിയ ആളത്. അതെയാ, പുള്ളിക്കൊന്നും ഏക്കത്തില്ല. അന്നാ ചലഞ്ച് വിഷമം 1000 രൂപ വരാൻ 1000 രൂപ എടുക്കട്ടോ. ഇവിടുന്ന് പോകുന്നില്ല പുള്ളി, ഇവിടെ തന്നെ നിൽക്കുക. അത്രേ ഉള്ളൂ 2 പ്രാവശ്യം കേറുന്നുണ്ട് ഇങ്ങനെ. പ്രശ്നമില്ല, കുഴപ്പമില്ല. പുള്ളി 1000 രൂപ വിളിക്കാം കേട്ടോ. പുള്ളി പറഞ്ഞ 1000 രൂപ പേഷ്യന്റില്. ചലഞ്ച് നമ്മളല്ലേ, ചലഞ്ച് രാജയല്ലേ. പുള്ളി ഇങ്ങോട്ട് നമ്മളോട് പറഞ്ഞു ചലഞ്ച് ചെയ്ത്. അതിനാണ് പിള്ളേർ പറഞ്ഞത് കേട്ടോ. വായിൽ കളിക്കണം അങ്ങനെ. അടുത്തത് ഞാൻ തീർന്നു. മാമ കണ്ടു ബുക്കിൽ വിളിക്കട്ടോ. പഠിച്ചോ. പിടിക്കാം. വിക്സ് അകത്ത് വരട്ട് വിട്ട് അകത്ത് ഭയങ്കര കുളിര്. വിക്സ് ഇല്ലേ നമ്മൾ അകത്തെ വരട്ടുമ്പോണ്ടല്ലോ. സത്ത മാറിയല്ലേ ഇപ്പൊ കളിക്കണോ? കാതിലെപ്പോ കണ്ണൊന്ന് തൂത്തി മണലൊക്കെ ഒന്ന് തൂത്തി ഫോട്ടോയിലൊക്കെ വരാറ് നല്ല അടുത്തത്. ഇനി എടുത്തോട്ടാ ഇപ്പൊ എടുത്ത് നോക്കിയപ്പോ വീഡിയോ ഒക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ കണ്ട് ചേട്ടാ ഞങ്ങൾ വേറെ സ്ഥലത്ത് കൊണ്ടുവന്നേക്കാം. കിടില സ്ഥലം കേട്ടോ. ഇത് പൂണ്ടി തന്നെയാണ്, കിടില സ്ഥലമാണ്. വൈദ്യന്റെ സ്ഥലം പറയും, വൈദ്യനെ കണ്ടാലേ ഈ സ്ഥലമൊക്കെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ കേട്ടോ. ഇത് എല്ലാവരും വിളിച്ചു കൊണ്ടുവന്ന ഇനി പൂണ്ടി വരുമ്പോഴേ സ്ഥലം കവഞ്ചിയായിട്ട് കവഞ്ചി. കവഞ്ചി കാവഞ്ചി വരിക. പൂണ്ടിക്ക് 1 കിലോമീറ്റർ മുന്നെയാണ്. അവിടെ വന്നിട്ട് പുള്ളി വിളിച്ചാൽ മതി. ഓക്കെ ഗൈസ് ആണ്ട് ഇവിടെ മഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങള് രാജണ്ണന്റെ ഒരു വേറെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പുള്ളി വീട്ടിൽ നിന്ന് ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടോ. നല്ല ചായ അല്ലേ, നല്ല നൈസ് ആണല്ലേ. അണ്ണൻ പൊളിയാണ്. അപ്പോൾ വരുമ്പോൾ അണ്ണനടുത്ത് വരിക. അണ്ണൻ നല്ല റൂം ഉണ്ടല്ലോ, റൂം കിടക്കും. എന്നെ അന്വേഷിച്ച വീടില്ലല്ലോ, വീടുണ്ട്, പറമ്പുണ്ട്, കാടുണ്ട്, ഇങ്ങനെ വീടുള്ള ജീവനല്ല കാക്കണ വൈദ്യല്ല. റൂമിന്റെ പൈസ ആരും ഒന്നും കായ്ക്കില്ല, വീടൊന്നും കാക്കൂല. അവരുടെ ജീവന കാത്തകളെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ 80 ദിവസം ഏറ്റെടുക്കും. ഓക്കെ എന്നാ. അപ്പോൾ ആരെങ്കിലും പൂണ്ടി വരുവാണെങ്കിൽ അന്നോട് പറയാം കേട്ടോ. ഓക്കെ.